ഹായ്. ഹായ്. ഇന്ന് അമ്മയും സാത്വിക്കും കൂടാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ. അപ്പം ഞാൻ ഓർത്തു കുഞ്ഞുങ്ങൾക്ക് സെൻറ്റാങ്കിൾ ആർട്ടിനെ കുറിച്ചൊന്ന് പറയാമെന്ന്. ഐ ഹോപ്പ് മിക്ക ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയായിരിക്കാം. ബട്ട് ഫോർ ദോസ് ഓഫ് യു ഹു ഡോണ്ട് നോ വാട്ട് സെൻറ്റാങ്കിൾ ആർട്ട് ഇസ്, സെൻറ്റാങ്കിൾ ആർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാറ്റേൺ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് ഫോർ ഇംപ്രൂവിങ് ദെയർ കോൺസെൻട്രേഷൻ, മൈൻഡ്ഫുൾനെസ്സിനും. അപ്പം ഹൗ ഓൾഡ് യു സാത്വിക്? 8. അപ്പോൾ സാത്വിക് ഇസ് ഇൻ 3rd സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്ക് ഒരു അഡോളസെൻറ്റ് വരെയുള്ള ടീനേജ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുന്നത്. ചില ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ, അതേപോലെ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. ഞാൻ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ പല തരത്തിലുള്ള സെൻറ്റാങ്കിൾ പാറ്റേൺസ് ഉണ്ട്. നമ്മൾ വലിയൊരു ആർട്ടിസ്റ്റ് ആവണം എന്നൊന്നുമില്ല. ദി ഓൺലി തിങ് ഇസ് വി ഡു ഇറ്റ് കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു പാറ്റേൺ ഡ്രോ ചെയ്യുക. ഞാനിപ്പോൾ ഒരു മീനാണ് വരച്ചേക്കുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പോൾ പക്ഷേ അതിനകത്ത് സാധാരണ ഇപ്പം നമ്മൾ മീനിന് ഒറ്റ കളറാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് പല കോളമായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ സെൻറ്റങ്ങളുടെ പാറ്റേൺ അവിടെ വരച്ച് വെക്കുക. 2 പേജ് എടുക്കണേ, ഒരു ബുക്കിൻ്റെ 2 സൈഡ്. എന്നിട്ട് ഈ പാറ്റേൺ ഇങ്ങനെ പലതാക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ട് റൈറ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് വെച്ചും ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടും വരപ്പിക്കുക. ഈ പറയുന്ന പോലെ അത് ഈസി അല്ല. ഒരേപോലെ കുഞ്ഞുങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം ചില കുഞ്ഞുങ്ങൾക്ക് ലെഫ്റ്റാണ്, ചില കുട്ടികൾക്ക് റൈറ്റാണ്. അപ്പം നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നന്ദുവിനെ കണ്ടു നിങ്ങളിപ്പോൾ അത് ഒബ്സർവ് ചെയ്യുമ്പം അവനൊന്നും കൂടെ ഈസി ആയിട്ട് വരയ്ക്കുന്നത് റൈറ്റ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റത് തീരെ പറ്റത്തില്ലായിരുന്നു. ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് 2 കൈയും ഒരുപോലെ പോകണം. ഇതിപ്പോൾ നന്ദുവിൻ്റെ ഇതാണ്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം പക്ഷേ ആൾക്കൊന്നും കൂടെ റൈറ്റ് ആണ് ആൾക്ക് ഡോമിനൻറ്റ്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ വേറെ ഏതൊക്കെ ഷേപ്പിലാണ് ചെയ്യുക? ഈ ഒരു ഫിഷൽ സർക്കിളിൽ ചെയ്യാറുണ്ട്. ഈ സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിളിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ സാത്വികിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വേറൊരു കാര്യമാണ് ഈ ഡാലൊക്കെ ഇല്ലേ, അതിങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് 2 സ്പൂൺ, ഒരു കയ്യിൽ 1 സ്പൂണ് മറ്റേ കയ്യിൽ മറ്റേ സ്പൂൺ എടുത്തിട്ട് അത് 2 കൂടെ സെഗ്രിഗേറ്റ് ചെയ്ത് 2 പാത്രത്തിൽ. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് കോൺസെൻട്രേഷൻ കൂടാനും മൈൻഡ് പവർ കൂടാനും രണ്ടും ഒരുപോലെ ഒന്ന് ആക്റ്റീവ് ആവാനും ദിസ് ഡെഫിനറ്റ്ലി ഹെൽപ്സ്. ഇങ്ങോട്ട് വാ കള്ളപ്പാ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സെൻറ്റാങ്കിൾ ആർട്ട്. മറക്കണ്ട.